Welcome to RK's Stories. പ്രിയ പ്രണയിനി ഭാഗം 68. രചനയും അവതരണവും രഘുദാസ് കാട്ടുങ്കൽ. പാതിരാത്രിയുടെ കനത്ത ഇരുട്ടിനെ കീറി മുറിച്ചുകൊണ്ട് 5 രൂപങ്ങൾ ആര്യകത്തെ പറമ്പിലേക്ക് പതുങ്ങിക്കയറി. ഗൗരി കല്ലാട്ടും വൈശാഖി അവളുടെ വീട്ടിലുമായിരുന്നതുകൊണ്ട് അവിടം വിജനമായിരുന്നു. അമാവാസി അടുത്ത ദിവസമായതുകൊണ്ടുള്ള കൂരിരുട്ടിനെ കയ്യിലുള്ള ടോർച്ചിന്റെ വെളിച്ചത്തിൽ വകഞ്ഞു മാറ്റിക്കൊണ്ട് കരിയിലുകൾ വീണ് കിടക്കുന്ന ആ വലിയ പറമ്പിലൂടെ രാജീവും അവന്റെ 4 സുഹൃത്തുക്കളും കാവിനെ ലക്ഷ്യമാക്കി നടന്നു. ഹൈറേഞ്ചിലെ തണുത്ത കാറ്റ് അവരുടെ ശരീരത്തിലേക്ക് തുളച്ചു കയറുന്നുണ്ടായിരുന്നു. മുന്നോട്ട് നടക്കുന്തോറും അന്തരീക്ഷത്തിന് വല്ലാത്തൊരു മാറ്റം സംഭവിക്കുന്നത് അവരറിഞ്ഞു. ആര്യകത്തെ ആ പുരാതനമായ കാവിന്റെ അതിർത്തിയിലേക്ക് കടന്നതും എവിടെയോ നിന്ന് വന്ന കനത്ത മൂടൽമഞ്ഞ് അവരെ പൊതിഞ്ഞു. ഈ കാവിനെ ചുറ്റിപ്പറ്റിയല്ലേടാ കുറെ കെട്ടുകളൊക്കെ നീ എന്ന് പറഞ്ഞത്? ചുറ്റുമുള്ള ഇരുട്ടിലേക്ക് ഭയത്തോടെ നോക്കിക്കൊണ്ട് കൂട്ടത്തിൽ ഒരുത്തൻ രാജീവിനോട് പതുക്കെ ചോദിച്ചു. അല്പം മുന്നേ കഴിച്ച മദ്യം പകർന്നു നൽകിയ ധൈര്യത്തെ തോൽപ്പിച്ചും കൊണ്ട് ഒരു നേരിയ വിറയൽ അവന്റെ ശബ്ദത്തിലുണ്ടായിരുന്നു. അത് കേട്ട് രാജീവ് പുച്ഛത്തോടൊന്ന് ചിരിച്ചു. അതേടാ, അതൊക്കെ ഈ കാവിലുണ്ടെന്ന് പറയുന്ന അമൂല്യമായ രത്നം നഷ്ടപ്പെടാതിരിക്കാൻ പണ്ടേതോ കാരണവന്മാര് പറഞ്ഞുണ്ടാക്കിയ വെറും കെട്ടുകഥകൾ മാത്രമാ, അല്ലാതെ ഇവിടെ ഭൂതവും പ്രേതമൊന്നുമില്ല. ഒരു നിമിഷം നിന്നിട്ട് അവൻ വീണ്ടും തുടർന്നു. എന്നെ പോലും ഈ കാവിനകത്ത് കയറാൻ അമ്മാവനും എൻ്റെ അച്ഛനും ഇതുവരെ അനുവദിച്ചിട്ടില്ല. അവർക്കൊക്കെ ഇതിനകത്ത് കയറാൻ തന്നെ പേടിയാ. ഇപ്പൊ ഒന്ന് ആലോചിച്ചു നോക്കിയേ, ഇവരുടെയൊക്കെ ഉള്ളിലെ അന്ധവിശ്വാസം എത്രത്തോളം വലുതായിരുന്നു എന്ന്. ഇപ്പൊ തന്നെ അച്ഛനും അമ്മാവനും ഒക്കെ ആ സദാനന്ദന്റെ ഒപ്പം തിരുവനന്തപുരത്തേക്ക് പോയിരിക്കുക. അതുകൊണ്ടാ നമുക്ക് യാതൊരു ശല്യവുമില്ലാതെ ഇങ്ങനൊരു സുവർണാവസരം കിട്ടിയത്. ഇന്ന് ആ രത്നം നമ്മൾ എടുത്തിരിക്കും, വാ. അവന്റെ പിന്നാലെ അവർ കാവിന്റെ ഉള്ളിലേക്ക് കാലെടുത്ത് വെച്ചു. എന്നാൽ അകത്തേക്ക് കയറും തോറും രാജീവിന്റെ വാക്കുകൾ പകർന്നു നൽകിയ ആത്മവിശ്വാസം നഷ്ടപ്പെടുന്നത് പോലെ അവർക്ക് തോന്നി. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വൻമരങ്ങൾ ആകാശത്തേക്ക് കൈകൾ വിരിച്ചു നിൽക്കുന്ന കാവിനകത്ത് പകൽ വെളിച്ചം പോലും നേരാമണ്ണം കിടക്കാറില്ല. രാത്രിയായാൽ പിന്നെ പറയാനുമില്ല. ഏതൊരു ധീരന്റെയും ഉള്ളിൽ ഭയത്തിന്റെ വിത്തുകൾ പാകാൻ പ്രാപ്തമാണ് ആ കാവിനകം. കൂടാതെ മൂടൽമഞ്ഞും കാവിനകത്ത് വല്ലാത്തൊരു ഭീകരത സൃഷ്ടിച്ചും കൊണ്ട് തങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് വീശുന്ന തണുത്ത കാറ്റിൽ കാവിലെ വലിയ മരങ്ങൾ വല്ലാത്തൊരു മർമ്മരം പൊഴിച്ചു. അത് കേൾക്കുമ്പോ ഏതോ അദൃശ്യരൂപികൾ തങ്ങൾക്ക് ചുറ്റും അടക്കിപ്പിടിച്ച് കരയുകയാണോ എന്ന് അവർക്ക് തോന്നിപ്പോയി. ഇരുട്ടിൽ വവ്വാലുകൾ ചിറകടിച്ച് പറക്കുന്ന ശബ്ദം അവരെ വീണ്ടും ഞെട്ടിച്ചു. എന്തു വന്നാലും നേരിടാൻ തയ്യാറായ വലിയ ധൈര്യവന്മാർ എന്ന് അഹങ്കരിച്ചിരുന്ന ആ ചെറുപ്പക്കാർക്ക് പോലും ആ കാവിനകത്തേക്ക് കയറി നടക്കുമ്പോൾ അറിയാതെ ഉള്ളിൽ ഭയം തോന്നി തുടങ്ങി. തങ്ങളുടെ ഓരോ കാൽവെപ്പുകൾക്കുമൊപ്പം ഞെരിഞ്ഞമരുന്ന കരിയിലകൾ ആ നിശബ്ദതയിൽ വലിയൊരു രോദനം പോലെയാണ് അവർക്ക് അനുഭവപ്പെട്ടത്. കാവിനകത്ത് കൂടുതൽ ഉള്ളിലേക്ക് നടന്ന അവർ ഒടുവിൽ ആ കാഴ്ചക്ക് മുന്നിൽ ചെന്ന് നിന്നു. ടോർച്ചിന്റെ വെളിച്ചം ആ രൂപത്തിന് നേരെ പതിഞ്ഞതും 5 പേരുടെയും ശ്വാസം ഒരു നിമിഷം നിലച്ചുപോയി. ഒരു വലിയ ആൽമരത്തിന് ചുവട്ടിലായി വർഷങ്ങളുടെ പഴക്കമുള്ള ഒരു കരിങ്കൽ തറ. അതിനു മുകളിലായി കുങ്കുമം കൊണ്ട് പൂർണ്ണമായും പൊതിഞ്ഞിരിക്കുന്ന ഭയാനകമായ ഒരു ദേവി വിഗ്രഹം. രക്തം കട്ടപിടിച്ചതുപോലെയുള്ള കടും ചുവപ്പ് കുങ്കുമത്തിൽ പൊതിഞ്ഞ ദേവിയുടെ കണ്ണുകൾക്ക് ജീവനുള്ളതുപോലെ അവർക്ക് തോന്നി. വെളിച്ചം വീണപ്പോ ആ തുറിച്ച കണ്ണുകൾ തങ്ങളെ തന്നെ കോപത്തോടെ നോക്കുകയാണോന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ അത്രത്തോളം ഭീതിജനകമായിരുന്നു ആ പ്രതിഷ്ഠ. ആ കാവിന്റെ മുഴുവൻ രൗദ്രഭാവവും ആവാഹിച്ചിരിക്കുന്നത് പോലെ ചൈതന്യം നിറഞ്ഞ വിഗ്രഹം അവർക്ക് മുന്നിൽ നിന്നു. കുറച്ചു നാളുകൾക്ക് മുൻപ് സജീവൻ വെട്ടേറ്റു മരിച്ചു കിടന്നത് ഇതേ വിഗ്രഹത്തിന് മുന്നിലായിരുന്നു എന്ന ഓർമ്മ രാജീവനിൽ ചെറിയൊരു നടുക്കം സൃഷ്ടിച്ചു. പെട്ടെന്നാണ് കാവിന്റെ ഏതോ ഇരുണ്ട കോണിൽ നിന്നും പേടിപ്പിക്കുന്ന വിധം ഒരു കാലൻ കോഴിയുടെ നീട്ടിയുള്ള കരച്ചിൽ കേട്ടത്. മരണത്തിന്റെ മുന്നറിയിപ്പ് പോലെ ആ ശബ്ദം ആ കാവിലാകെ പ്രതിധ്വനിച്ചു. അപ്രതീക്ഷിതമായ ശബ്ദം കേട്ട് 5 പേരും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിത്തറഞ്ഞുപോയി. പേടി കാരണം കൂട്ടത്തിലൊരുവന്റെ കയ്യിൽ നിന്നും ടോർച്ച് താഴെ വീഴാൻ പോയി. ഇതിനടുത്ത് എവിടെയോ അല്ലേടാ നിന്റെ കസിന സജീവം മരിച്ചു കിടന്നിരുന്നത്? കൂട്ടത്തിൽ നിന്നും ഒരുത്തൻ ഭയന്നു പറയ്ക്കുന്ന ശബ്ദത്തിൽ രാജുവിനോട് ചോദിച്ചു. അവന്റെ കണ്ണുകൾ അപ്പോഴും ആ ഇരുട്ടിലേക്ക് തന്നെ പാളി നോക്കുന്നുണ്ടായിരുന്നു. രാജീവ് ടോർച്ചിന്റെ വെളിച്ചം ദേവി വിഗ്രഹത്തിന് തൊട്ടു മുന്നിലുള്ള കരിങ്കൽ തറയുടെ ഭാഗത്തേക്ക് അടിച്ചു. അതെ, ഈ തറയുടെ മുന്നിലായിട്ടാ അന്നവൻ ചോരവാർന്ന് മരിച്ചു കിടന്നിരുന്നത്. അത് കേട്ടതും കൂട്ടത്തിലുള്ളവർ ഭയത്തോടെ ആ സ്ഥലത്തേക്ക് നോക്കി. അവിടെ അപ്പോഴും ചോരപ്പാടുകൾ അവശേഷിക്കുന്നുണ്ടോ എന്ന് പോലും അവർ സംശയിച്ചുപോയി. രാജീവ് ആ തറയിലെ ഒരു പ്രത്യേക ഭാഗത്തേക്ക് വിരൽ ചൂണ്ടി. അവിടെ കരിങ്കല്ലിൽ തീർത്ത ചെറിയൊരു കുഴിയുണ്ടായിരുന്നു.
ഈ കുഴി കണ്ടോ? ഇവിടെ വലിയൊരു വാളുണ്ടായിരുന്നു. പണ്ടേതോ കാലത്ത് തറപ്പിച്ച് വെച്ചിരുന്നതാ. ആ വാൾ എടുത്തുകൊണ്ടാ അന്ന് അവനെ വെട്ടിയത്. എന്നിട്ട് ആ വാളിപ്പോ എവിടെ? അപ്പുറത്ത് നിന്നവൻ ആകാംക്ഷയോടെ ചോദിച്ചു. അതിപ്പോ പോലീസ് കസ്റ്റഡിയിലാ, കേസിലെ പ്രധാന തൊണ്ടിമുതലായിട്ട്. ചുറ്റുമുള്ള ഭീകരത പകർന്നു നൽകിയ ഭയത്തേക്കാൾ അപ്പോഴും അവന്റെ മനസ്സിൽ ആ രത്നത്തോടുള്ള ആർത്തിയായിരുന്നു മുന്നിട്ട് നിന്നത്. അതേക്കുറിച്ചൊക്കെ നമുക്കിനി പിന്നീട് സംസാരിക്കാം. രാജീവ് തിടുക്കപ്പെട്ടു. ഈ തറയുടെ അടിയിൽ എവിടെയാണ് ആ രത്നം ഇരിക്കുന്നതെന്നാ ഞാൻ കേട്ടിട്ടുള്ളത്. ഇനിയിപ്പോ സമയം കളയാതെ നമുക്കിതങ്ങ് പൊളിക്കാം. നേരം വെളുക്കുന്നതിന് മുൻപ് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം. കൂട്ടത്തിലുണ്ടായിരുന്നവർ ആ വിഗ്രഹത്തെയും അന്തരീക്ഷത്തെയും ഭയത്തോടെ നോക്കി ഒന്നും ചെയ്യാനാകാതെ നിൽക്കുമ്പോൾ രാജീവൻ പെട്ടെന്ന് അതിലൊരുത്തന്റെ കയ്യിലുണ്ടായിരുന്ന ആ വലിയ കമ്പിപ്പാര പിടിച്ചു വാങ്ങി. വിലപിടിപ്പുള്ള രത്നം സ്വന്തമാക്കണമെന്നുള്ള അത്യാഗ്രഹത്താൽ ഭയമെല്ലാം മാറ്റിവെച്ച് അവൻ ആ കരിങ്കൽ തറയുടെ വിടവിലേക്ക് ആ കമ്പിപ്പാര വെച്ച് സർവ്വശക്തിയുമെടുത്ത് ആഞ്ഞുകുത്തി. ഇരുമ്പും കരിങ്കല്ലും തമ്മിലടിച്ച ശബ്ദം ആ പാതിരാത്രിയിൽ കാവിനുള്ളിൽ ഭയാനകമായി മുഴങ്ങി. ഉറങ്ങിക്കിടന്ന ഏതോ ശക്തികളെ വിളിച്ചുണർത്തുന്നത് പോലെ ആ ശബ്ദം കാവിലാകെ മാറ്റലുകൊണ്ടു. മരക്കൊമ്പുകളിൽ നിന്നും പേടിച്ചേറേണ്ട പക്ഷികൾ കൂട്ടത്തോടെ ചിറകടിച്ചു പറന്നകന്നു. ഒരു നിമിഷം അവർ തങ്ങൾക്കു ചുറ്റും എന്ത് സംഭവിക്കാൻ പോകുന്നു എന്നറിയാതെ ശ്വാസം അടക്കിപ്പിടിച്ച് നിന്നുപോയി. കമ്പിപ്പാര കരിങ്കലിൽ വന്നടിച്ച ആ ശബ്ദം കാവിലൊന്നാകെ മുഴങ്ങി തീരും മുൻപേ അസ്ഥി തുളക്കുമ്പോലൊരു പൊട്ടിച്ചിരി ആ കൂരിരുട്ടിൽ എവിടെയോ നിന്നും ഉയർന്നു. കാവിന്റെ നിശബ്ദതയെ കീറിമുറിച്ചുകൊണ്ട് ഒരു പെണ്ണിന്റെ അത്യുച്ചത്തിലുള്ള പൊട്ടിച്ചിരിയായിരുന്നു ആ മുഴങ്ങിയത്. രക്തമുറയുന്ന ആ ഭയാനകമായ ചിരി കേട്ടതോടെ അഞ്ചുപേരും ഭയന്ന് വിറങ്ങലിച്ചു പോയി. കമ്പിപ്പാര താഴെയിട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ അവർ പരസ്പരം ചേർന്നു നിന്നു. വർദ്ധിച്ച ഹൃദയമിടിപ്പുകളോടെ അവർ ചുറ്റിനുമൊന്നു നോക്കി. എവിടെ നിന്നാണ് ആ അമാനുഷികമായ ചിരി കേട്ടതെന്ന് അവർക്കാർക്കും മനസ്സിലായില്ല. കാറ്റിലാടുന്ന മരക്കൊമ്പുകൾക്കിടയിൽ എവിടെയോ ആ രൂപം ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് അവർക്ക് തോന്നി. എടാ, എന്താടാ കേട്ടത്? കൂട്ടത്തിലൊരുത്തൻ രാജീവന്റെ ഷർട്ടിൽ മുറുക്കെ പിടിച്ചുകൊണ്ട് വിക്കി വിക്കി ചോദിച്ചു. അറിയില്ലടാ. രാജീവന്റെ ശബ്ദവും ഭയം കൊണ്ട് ഇടറുന്നുണ്ടായിരുന്നു. നീയല്ലടാ പറഞ്ഞത് ആ യക്ഷിക്കഥയൊക്കെ വെറും കെട്ടുകഥയാണെന്ന്? എന്നിട്ടിപ്പോ? അതിന് രാജീവിന്റെ കയ്യിൽ യാതൊരു മറുപടിയും ഉണ്ടായിരുന്നില്ല. അവന്റെ നെഞ്ചിടിപ്പ് അപ്പോൾ കാതിൽ കേൾക്കാമായിരുന്നു. പെട്ടെന്നാണ് അവരുടെ തലയ്ക്ക് മുകളിൽ നിന്നും മൃഗങ്ങളുടേതുപോലൊരു വന്യമായ മുരളൽ കേട്ടത്. എല്ലാവരും ഒരുമിച്ച് ഭയത്തോടെ ആ വലിയ ആൽമരത്തിന്റെ മുകളിലേക്ക് നോക്കി. അവിടെ കണ്ട കാഴ്ച അവരുടെ ശ്വാസം നിലപ്പിച്ചു കളഞ്ഞു. ആ വൻമരത്തിന്റെ ഒരു വലിയ കൊമ്പിൽ ഒരാൾ ഇരിക്കുന്നു. വെളുത്ത മുണ്ടും ഷർട്ടും ധരിച്ച ഒരു രൂപം. കനത്ത മൂടൽമഞ്ഞ് പൊതിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് ആ രൂപത്തിന്റെ മുഖം അവ്യക്തമായിരുന്നു. അപ്രതീക്ഷിതമായ കാഴ്ച കണ്ട് പുറകോട്ട് ഞെട്ടി നീങ്ങിപ്പോയവർ അഞ്ചുപേരും നിലത്തെ കരിയിരകൾക്കിടയിലേക്ക് മറിഞ്ഞു വീണു. മരക്കൊമ്പിലിരിക്കുന്ന ആ രൂപം അല്പം പോലും അനങ്ങാതെ യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ അവരെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത് പോലെ അവർക്ക് തോന്നി. ആ ഭീകരത താങ്ങാൻ കഴിയാതെ കൂട്ടത്തിൽ ഒരുവൻ സമനില തെറ്റിയതുപോലെ നിലത്തൊന്നും തപ്പിത്തടഞ്ഞെഴുന്നേറ്റ് തിരിഞ്ഞു നോക്കാതെ കാവിന് പുറത്തേക്ക് ജീവനും കൊണ്ട് ഓടി. എവിടെയൊക്കെയോ തട്ടിത്തടഞ്ഞു വീണിട്ടും ചാടി എഴുന്നേറ്റ് തിരിഞ്ഞു നോക്കാതെ ഓടിപ്പോകുന്നവനെ നോക്കിയിരുന്ന ബാക്കി 4 പേർക്കും എഴുന്നേൽക്കാൻ പോലുമുള്ള ശക്തി ഉണ്ടായിരുന്നില്ല. അവർ പരസ്പരം കെട്ടിപ്പിടിച്ച് പേടിച്ചു വിറച്ച് ആ മണ്ണിൽ തന്നെ ഇരുന്നു. അല്പനേരം കഴിഞ്ഞിട്ടും മരക്കൊമ്പിലിരിക്കുന്ന ആ രൂപത്തിന് യാതൊരു അനക്കവുമില്ല എന്ന് കണ്ടപ്പോ രാജീവ് പതുക്കെ ധൈര്യം സംഭരിച്ചു. വീഴുന്നതിനിടയിൽ മണ്ണിൽ നിറഞ്ഞു കിടക്കുന്ന കരിയിലകൾക്കിടയിൽ എവിടെയോ തെറിച്ചുപോയ ടോർച്ച് അവൻ തപ്പിപ്പിടിച്ചു. വിറയ്ക്കുന്ന കൈകളോടെ അത് ഓൺ ചെയ്ത് അവൻ നേരെ മുകളിലേക്ക് ആ രൂപത്തിന്റെ മുഖത്തേക്ക് വെളിച്ചമടിച്ചു. മൂടൽ മഞ്ഞിനെ ഭേദിച്ച് ആ വെളിച്ചം ആ മുഖത്തേക്ക് വീണതും രാജീവന്റെ കണ്ണുകൾ ഭയം കൊണ്ട് വിടർന്നു. കയ്യിലിരുന്ന ടോർച്ച് വീണ്ടും നിലത്തേക്ക് വീണ് കരിയിലകളിൽ വെളിച്ചം പടർത്തി. അനന്തൻ! രാജീവിന്റെ വരണ്ട ചുണ്ടുകൾ മന്ത്രിച്ച ആ പേര് വലിയൊരു ഞെട്ടലോടെയാണ് ബാക്കിയുള്ളവർ കേട്ടത്. നിങ്ങളത് കൊന്നു എന്ന് പറഞ്ഞ? കൂട്ടുകാരിലൊരാൾ ഇതപ്പോടെ ചോദിച്ചു. അതെ, അവൻ തന്നെ. രാജീവന്റെ ശബ്ദം പേടി കൊണ്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു. പ്രേതമാണോടാ അത്? കൂട്ടത്തിലൊരുത്തന്റെ വിറയാർന്ന ചോദ്യത്തിന് മറുപടിയില്ലാതെ രാജീവൻ ആ രൂപത്തെ നോക്കിക്കൊണ്ടിരുന്നു. കൺമുന്നിൽ വെച്ച് കുത്തുകൊണ്ട് മരണവെപ്രാളത്തോടെ കായലിലേക്ക് ചാടിയവൻ ഇപ്പോൾ തന്റെ മുന്നിൽ ഇരിക്കുന്നത് കണ്ടപ്പോ രാജീവന്റെ സമനില തെറ്റുകയായിരുന്നു. വിറക്കുന്ന കൈകൾ കൊണ്ട് ഒരു വിധത്തിൽ അവൻ തന്റെ പാന്റിന്റെ പിന്നിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന കൈത്തോക്ക് വലിച്ചെടുത്തു. എന്ത് വന്നാലും നേരിടുക എന്ന ഉദ്ദേശത്തോടെ മുകളിലെ ആ മരക്കൊമ്പിലിരിക്കുന്ന അനന്തന്റെ രൂപത്തിന് നേരെ അവൻ ഉന്നം പിടിച്ചു. എന്നാൽ കാഞ്ചു വലിക്കുന്നതിന് മുൻപ് എവിടെയോ നിന്നും വന്ന ഒരു കൂട്ടം വലിയ വവ്വാലുകൾ അവരെ കൂട്ടത്തോടെ പൊതിഞ്ഞു. ഒരു ഭീകരമായ ആക്രമണം പോലെയായിരുന്നു അത്. ചിറകടിച്ചുകൊണ്ട് ശരവേഗത്തിൽ വന്ന വവ്വാലുകൾ അവരുടെ മുഖത്തേക്കും ദേഹത്തേക്കും ഇടിച്ചിറങ്ങി.
അതോടൊപ്പം തന്നെ ആ കാവിനെയാകെ നടുക്കിക്കൊണ്ട് വീണ്ടും ഒരു സ്ത്രീയുടെ ഭയാനകമായ അട്ടഹാസം മുഴങ്ങി. ചെവിക്കല്ല് പൊട്ടുന്ന അട്ടഹാസത്തിൽ കാവിലെ മരങ്ങൾ പോലും വിറകൊണ്ടു. പെട്ടെന്നുണ്ടായ നടുക്കത്തിലും വവ്വാലുകളുടെ ആക്രമണത്തിലും രാജീവന്റെ കയ്യിലിരുന്ന കൈത്തോക്കും എങ്ങോട്ടോ തെറിച്ചുപോയി. കാവ് വീണ്ടും കൂരിരുട്ടിലേക്ക് മുങ്ങിപ്പോയി. അതോടൊപ്പം ഭീതി ജനിപ്പിക്കുന്ന ഒരു നിശബ്ദതയും അവരെ പൊതിഞ്ഞു. ഭയന്ന് വിറച്ച് ചാടി എഴുന്നേറ്റ ആ ചെറുപ്പക്കാർ ജീവനും കയ്യിലെടുത്തുകൊണ്ട് എങ്ങോട്ടെന്നില്ലാതെ വഴി പോലും നോക്കാതെ ഇരുട്ടിലൂടെ ഓടി. അവരെ പരിഹസിക്കും പോലെ വീണ്ടും ആ അട്ടഹാസം മുഴങ്ങി. തുടരും. പ്രിയ പ്രണയിനി അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കഥയ്ക്ക് അഭിപ്രായങ്ങളും ലൈക്കുകളും ഹൈപ്പും ഒക്കെ നൽകുന്നതിനോടൊപ്പം തന്നെ കഥയുടെ ലിങ്ക് കഴിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുത്തേക്കണേ. താങ്ക് യു. See you soon.